कराग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शन रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे ക്ഷേത്രനഗരിയായ ക്ഷേത്രങ്ങളിൽ ഉണർവ് നിറയ്ക്കുന്ന ഒരു ദേശത്തെക്കുറിച്ച് അറിയുവാനുള്ള നമ്മുടെ യാത്ര ഇപ്പോഴിതാ കുറച്ച് ദിവസങ്ങൾ പിന്നിട്ട് ഒരു പ്രഭാതത്തെ അറിയാൻ തുടങ്ങുമ്പോൾ ഈ പ്രഭാതത്തിലും നാം ആ ദേശത്തെക്കുറിച്ച് തന്നെ പറയുകയാണ്. പക്ഷേ ആ ദേശത്തെ ഓരോ ദിവസവും മണത്തണ എന്ന ഗ്രാമത്തെ ഓരോ ദിവസവും നാം നോക്കിക്കാണുന്നത് ഓരോ പുതിയ പുതിയ കാഴ്ചകളിലൂടെയാണ്. ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന കൊട്ടിയൂരുമായി നിറഞ്ഞു നിൽക്കുന്ന വിശ്വാസങ്ങളുണ്ട്. അതുപോലെ തന്നെ അംഗം കുറിച്ച തച്ചോളി ഉദയനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വീരസാഹസിക കഥകളുണ്ട്. പഴശ്ശിരാജയുടെ ഓർമ്മകളുണ്ട്. ശങ്കരാചാര്യർ തപസ്സിരുന്ന ഭൂമിയാണ് എന്ന പ്രത്യേകതയുണ്ട്. ഇതെല്ലാം വീണ്ടും വീണ്ടും പറയുന്നത് ഈ ദേശത്തിൻ്റെ മഹിമ നമ്മുടെ മനസ്സിൽ ഉറയ്ക്കുന്നതിന് വേണ്ടിയാണ്. ആ മഹിമ തന്നെയാണ് എന്നും പറയുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം നാം ആദ്യം കാണുന്നത് ചിന്താമൃതം. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ മാതൃഭാഷ പഠിപ്പിക്കുവാൻ മാതാപിതാക്കൾ തയ്യാറാകണം. വീട്ടിൽ സംസാരിക്കുന്നത് മാതൃഭാഷയിൽ തന്നെയായിരിക്കണം. നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് അറിവും അഭിമാനവും ഉണ്ടാകത്തക്ക വിധം വേണം കുട്ടികളെ വളർത്തുവാൻ. അമ്മയുടെ വാക്കുകളിലൂടെ മാതൃഭാഷയെ അറിയുവാൻ നമുക്കാകട്ടെ. രാമായണ പുണ്യം വിതറുന്ന കർക്കിടക മാസ സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കാൻ രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ലൗകിക ജീവിതത്തിൽ രാമായണത്തിന്റെ പ്രസക്തി രാമായണ വിചാരവുമായി പ്രശസ്ത നോവലിസ്റ്റും ചിന്തകനുമായ ശ്രീ സി രാധാകൃഷ്ണൻ. സകലാഭീഷ്ട സിദ്ധിയാണ് രാമായണത്തിൻ്റെ ഫലശ്രുതി. നമ്മുടെ എല്ലാ അഭീഷ്ടങ്ങളും രാമായണ പാരായണത്തിലൂടെ സാധിക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ കർക്കിടക സന്ധ്യകളെ വിശുദ്ധമാക്കാൻ രാമായണ മാസ പ്രത്യേക സന്ധ്യാദീപം ദിവസവും വൈകുന്നേരം 6:30 നിങ്ങളുടെ സ്വന്തം അമൃത ടിവിയിൽ.
മണത്തണയിൽ ഇന്ന് നാം ഒരു ക്ഷേത്രമല്ല, ഒരുപാട് ക്ഷേത്രങ്ങളും മണത്തണയെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളും അറിയാൻ തുടങ്ങുകയാണ്. കാരണം ആ അറിവുകളെല്ലാം നാം നമ്മളുമായി പങ്കുവെക്കുന്നത് ഗുരുതുല്യമായ ഭാവത്തോടു കൂടിയ ഒരു മഹത് വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കുന്നതിന് മുൻപ് ഇന്ന് ശനിയാഴ്ച നാളായതുകൊണ്ട് നമുക്ക് ധന്യമേ ദിനത്തിലേക്ക് കടക്കാം. എല്ലാവർക്കും പായസം ഇഷ്ടമാണ്. ഇഷ്ടമല്ലാത്തവരും പറയുക വർത്തമാനമധ്യേ അതൊരു പായസം മാതിരിയാണ് എന്നാണ്. എന്താണ് ഈ പായസം ഇഷ്ടമാവാൻ ഇത്ര കാരണം? അതിന് മധുരമുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പശുവും തിളപ്പിച്ച് അരി കൂടി വേവിച്ച് ഈ പായസം ഇത്ര ഇഷ്ടമാവണമെങ്കിൽ ജീവിതത്തിലാകെ ജീവിത പായസം എന്നൊരു പായസം ഉണ്ട്. അത് പഞ്ചഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. നമ്മുടെ ശരീരത്തിലെ മനസ്സിൻ്റെയും ഏറ്റവും വലിയ ആഹ്ലാദം എന്ന് പറയുന്നത് ഈ പഞ്ചഭൂതങ്ങൾ അഞ്ചിൻ്റെയും ചേരുവ കൃത്യമായി നിന്നാൽ നമ്മൾ സന്തുഷ്ടരാകും. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഇതാണ് പഞ്ചഭൂതങ്ങൾ. അഞ്ചും കൂടി ചേർന്നാണ് നമ്മുടെ ശരീരം. ഈ ശരീരത്തിൽ ഇപ്പോൾ അഞ്ചിൻ്റെയും ചേരുവ കൃത്യമായിട്ട് ഇക്വിലിബ്രിയം കൃത്യമാണെങ്കിൽ സന്തോഷമായി. പക്ഷെ ഇപ്പം കൃത്യമല്ല. ഞാനിത് സംസാരിക്കുന്ന അവസരത്തിൽ കനത്ത ചൂടാണ് കോഴിക്കോട് മാങ്കാവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്ര വലിയ ചൂട് താങ്ങാൻ കഴിയില്ല. അപ്പം കണക്ക് കൂട്ടൽ തെറ്റി. കനത്ത തണുപ്പിലേക്ക് വന്നാലും ഇത് തന്നെയാണ് സ്ഥിതി. അപ്പോൾ പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയ പഞ്ചാരപ്പായസം അനുഭവിക്കണമെങ്കിൽ ചില ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാകണം. ആ ഗുണങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാവരും കാണുന്ന വെളുത്തു, മെലിഞ്ഞു, തടിച്ചു എന്നൊക്കെ പറയുന്നത് ശരീരത്തിൻ്റെ പ്രകടമായ രൂപമാണ്. ഇത് രാവിലെയും വൈകുന്നേരമൊക്കെ ആഹാരം കഴിച്ചുണ്ടായതാണ്. കപ്പയ്ക്കും വെണ്ടയ്ക്കും ചോറൊക്കെ കൂട്ടിയിട്ടാണല്ലോ നമ്മൾ കഴിക്കുന്നത്. ഇതിനെ നമ്മൾ ഭൂമി തത്വം എന്ന് വിളിക്കുക. അപ്പോൾ ഭൂമി തത്വം കൃത്യമാവണമെങ്കിൽ ആചാര്യന്മാർ പറഞ്ഞ ഒരു ഗുണം നമ്മൾക്ക് ഉണ്ടായേ പറ്റൂ. ആ ഗുണമാണ് ക്ഷമ എന്നത്. ക്ഷമ എന്ന ഗുണം ഇല്ലെങ്കിൽ ഇപ്പോൾ പോലീസ് പിടിക്കൊന്നുമില്ല. പക്ഷെ ക്ഷമ എന്ന ഗുണമില്ലെങ്കിൽ ഞാൻ രോഗഗ്രസ്തനാവും. ഏത് കാര്യത്തിനും ക്ഷമ ആവശ്യമാണ്. ഇന്നത്തെ ഈ അസുഖങ്ങൾക്കൊക്കെ കാരണം എന്താണ്? ക്ഷമയില്ല. ആ ക്ഷമ എന്ന മൺചട്ടിയിലാണ് ഈ പായസം ഉണ്ടാക്കേണ്ടത്. ഏത് കാര്യത്തിനും. അമ്മ പപ്പടം കാച്ചുമ്പോൾ എനിക്കൊരു പപ്പടം വേണം, ക്ഷമിക്ക്. കാരണം 5 മിനിറ്റ് ക്ഷമിച്ചാലേ പപ്പടം കാച്ചാൻ പറ്റൂ. തയ്യക്കാരൻ്റെ അടുത്ത് ഷർട്ട് ഉണ്ണാൻ കൊണ്ടുവരുത്താൻ വ്യാഴാഴ്ച വരാൻ പറയും. വ്യാഴാഴ്ച വരെ ക്ഷമിക്കണം. മരുന്ന് കഴിച്ച് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഡോക്ടർ പറയും വെയിറ്റ്, കാത്തിരിക്കുക. ക്ഷമ വേണം.
ഇനി ആ സന്തോഷപ്പായസം ഉണ്ടാക്കാവുന്ന മൺചട്ടിയിൽ ഭൂമി തത്വത്തിലേക്ക് ജലതത്വം ചേരണം. ജലത്തിൻ്റെ ബേസിക് ഗുണമാണ് കാരുണ്യം എന്നത്. നമ്മൾ പലപ്പോഴും ഇത് ആലോചിക്കാറില്ല. ദാഹം വരുമ്പോൾ വെള്ളം കുടിച്ചു, ദാഹം വരുമ്പോൾ വെള്ളം കുടിച്ചുകൊണ്ട് മാത്രം പ്രശ്നമില്ല. അത് ഫിസിക്കലായിട്ട് വെള്ളം കുടിച്ചു. നമ്മുടെ ബോഡിയുടെ 80% ജലമാണല്ലോ. ആ ജലത്തിൻ്റെ ബേസിക് ഗുണം നിലനിർത്തിയേ പറ്റൂ, കാരുണ്യം ഉണ്ടായേ പറ്റൂ. നിങ്ങൾക്ക് കാരുണ്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് പോലീസ് അന്വേഷിക്കുകയാണെന്നും വരില്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. സകല ചരാചരങ്ങളോടും ജീവികളോടും കാരുണ്യം കാണിച്ചില്ലെങ്കിൽ സൂക്കേട് വരും. വാദം തുടങ്ങിയിട്ടുള്ള അസുഖങ്ങളിലെ ഒക്കെ ബേസ് ഇതാണ്. ആദ്യത്തെ പ്രഷർ തുടങ്ങിയുള്ള കാര്യങ്ങൾ ഇത് വാദസംബന്ധമായ രോഗം. അപ്പോൾ സന്തോഷപ്പായസത്തിന് മൺചട്ടി എടുത്തു, ക്ഷമ എന്ന മൺചട്ടി. അതിൽ ജലാംശം പശുവും പാല് ഒഴിച്ചു, കാരുണ്യം എന്ന ഗുണം. ഇനി താഴെ തീ കത്തിക്കണം, അഗ്നിതത്വം. അഗ്നിതത്വത്തിൻ്റെ അടിസ്ഥാന ഗുണമാണ് നീതിബോധം എന്നത്. ഒരു വ്യക്തി നീതിമാനായിരിക്കണം എന്ന് പറയണത് വേറെ ആരെങ്കിലും ബോധിപ്പിക്കാനല്ല. ഞാൻ അനീതി ആരും കാണാതെ ഞാൻ കാണിക്കുമ്പോൾ എന്നിലെ അഗ്നി ഇത് കണ്ടു. ആ അഗ്നിയാണ് ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്. ഈ അഗ്നിയാണ് മൂവ്മെൻ്റ് ഉണ്ടാക്കുന്നത്. ഈ അഗ്നിയാണ് വാഹനം ഓടിക്കുമ്പോൾ തടസ്സം ഉണ്ടാക്കുന്നതും കൊടുമുടിയിൽ വഴിക്ക് വീഴും. അത് കഴിഞ്ഞിട്ട് ഊർധ്വമുഖ വ്യക്തിത്വം, വായുതത്വം കയ്യിലിട്ട് അളക്കണം പായസം. അതും കഴിഞ്ഞിട്ട് ആകാശതത്വം, വിനയം, അതിൽ പഞ്ചസാര ചേർക്കണം. അങ്ങനെ വരുമ്പോൾ അതിൽ പഞ്ചസാരയും കൂടി ചേർക്കുമ്പോൾ സന്തോഷപ്പായസമായിട്ട് മാറി. ഈ സന്തോഷപ്പായസം നമ്മൾ ഓരോരുത്തരും നമ്മൾ മാനസികമായിട്ട് ജീവിതത്തിൽ ഉണ്ടാക്കുന്നതിൻ്റെ പ്രതീകവൽക്കരിക്കുന്ന രൂപമാണ് ഇന്നത്തെ പായസം. നമ്മൾ പായസം എന്ന് വിളിക്കുന്ന പായസത്തിൻ്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ ഉണ്ടാകേണ്ട പഞ്ചഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട 5 ഗുണങ്ങളാണ്. ഈ 5 ഘടകങ്ങളാണ് സന്തോഷപ്പായസത്തിലുള്ളത്. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. പ്രപഞ്ചശക്തികളുടെ പ്രഭവ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രദർശനം ശരീരത്തിനെ ഊർജ്ജസ്വലമാക്കുന്നു, മനസ്സിനെ നിർമ്മലമാക്കുന്നു. ഓരോ ദേശത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ജീവിത രീതികളുടെയും അടിത്തറയാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രാചാരങ്ങളും ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും അറിഞ്ഞുകൊണ്ട് പുണ്യവീഥികളിലൂടെ ഒരു പ്രദക്ഷിണം. എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണിക്ക് പ്രദക്ഷിണം. മനനം ചെയ്യുന്ന തണ എന്ന നാമമാണ് മനത്തണ എന്നായി മാറിയതെങ്കിൽ പിന്നീട് പ്രാർത്ഥനകളുടെ യാഗഭൂമിയായ ഈ പ്രദേശത്ത് മനസ്സിനെ തണുപ്പിക്കുന്ന അനുഭവങ്ങൾ കൂടിച്ചേരുമ്പോൾ അത് മണത്തണ എന്ന ഗ്രാമത്തിന് ഉചിതമായ നാമമായി തീരുന്നു. മണത്തണയിലെ ഓരോ കാഴ്ചയും നമ്മെ വിസ്മയിപ്പിക്കുമ്പോൾ, ഒരു നല്ല സംസ്കാരത്തെക്കുറിച്ചുള്ള അറിവ് പകർന്നു തരുമ്പോൾ മണത്തണ അതുമാത്രമല്ല നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഭാരതത്തിന് മുഴുവനും വേണ്ടുന്ന ചില സമ്പത്തുകൾ ഇവിടെ സൂക്ഷിക്കുന്നുണ്ട്. അത് ആചാര്യഭാവത്തിൽ
നിസ്വാർത്ഥ സേവനമുള്ള വ്യക്തികളുടെ രൂപത്തിലാണ് ഇവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. മണത്തണയുടെ ഗ്രാമത്തിന് സ്വന്തമായി നിൽക്കുന്ന ചില വ്യക്തിത്വമുണ്ട്. ഭാരതത്തിന് മുഴുവനും എല്ലാ കാലത്തും രാഷ്ട്രീയ രംഗത്തും സേവന പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ അറിവിൻ്റെ മേഖലകളിലും ആചാര്യഭാവങ്ങളിലുമൊക്കെ തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വം അത് ശ്രീ പി മുകുന്ദൻ സാറിൻ്റേതാണ്. നാട്ടുകാർ അദ്ദേഹത്തെ സ്നേഹത്തോടെ മുകുന്ദേട്ട എന്ന് വിളിക്കുമ്പോൾ അതിൽ എല്ലാ ബഹുമാനവും ഒത്തുചേരുകയാണ്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുകുന്ദേട്ടൻ എന്ന് വിളിക്കുന്ന ബഹുമാനപ്പെട്ട പി മുകുന്ദൻ സാറാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. മണത്തണ എന്ന ഗ്രാമത്തെ അറിയാനുള്ള യാത്രയാണ് ഞങ്ങൾ നടത്തിയത്. കൊട്ടിയൂർ ദേശത്തിനോട് ഇത്ര ചേർന്ന് കിടക്കുന്നു, ശക്തിഭാവം നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ അങ്ങൊരു മണത്തണ ഗ്രാമക്കാരനാണ്, മണത്തണയുടെ സ്വന്തം ആളാണെന്ന് മനസ്സിലാക്കുമ്പോൾ ആണ് മണത്തണയുടെ പ്രാധാന്യം നമുക്ക് ഒന്നുകൂടി ഇങ്ങനെയൊക്കെ മണത്തണ ഇനി നമുക്ക് കൂടുതൽ അറിയുവാനുള്ളൊരു അവസരമാണല്ലോ എന്ന് തോന്നുകയാണ്. അപ്പോൾ അങ്ങയുടെ ഓർമ്മകളിൽ മണത്തണ എത്രത്തോളം പ്രാധാന്യമുള്ളൊരു ദേശമാണ്? ഒന്നാമതായിട്ട് നമ്മൾ ഇരിക്കുന്ന ഈ ആൽത്തറ അത് സംസാരിക്കുമെങ്കിൽ അതിന് വലിയൊരു കഥ പറയാനുണ്ടാവും. നമ്മളിരിക്കുന്ന ആൽത്തറയുടെ കല്ലിന് ഒരുപക്ഷെ നമ്മൾ പറയുന്നത് കേൾക്കില്ല എന്ന് വിചാരിക്കണ്ട, അതിന് തന്നെ കഥ പറയാനുണ്ടാവും. ഈ ക്ഷേത്രം തന്നെ അതിശക്തിയായിട്ടുള്ള ദേവിയുടെ സാന്നിധ്യമുള്ള ക്ഷേത്രം. കൊട്ടിയൂരുമായിട്ട് പറയുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിന് അഭേദ്യമായിട്ടുള്ള ബന്ധം ഉണ്ട്. ശങ്കരാചാര്യസ്വാമികൾ വന്നു എന്ന് വിശ്വസിക്കുകയും അങ്ങനെ പറയപ്പെടുകയും ചെയ്യുന്നതായിട്ടുള്ള, കാരണം അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം. ആ നിലക്ക് ഇതൊരു താപസ ശ്രേഷ്ഠന്മാരുടെ ഭൂമി, അതുകൊണ്ടായിരിക്കണമല്ലോ അദ്ദേഹത്തിനും ഈ സ്ഥലത്ത് വരാൻ തോന്നിയിട്ടുണ്ടാവുക. അപ്പോൾ ഒരു തപോഭൂമിയാണ് കൊട്ടിയൂർ ക്ഷേത്രം തന്നെ. യാഗഭൂമിയായിട്ടാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് വിശ്വാസവും. ഇന്നും ആ വിശ്വാസം കൊണ്ടു നടക്കുകയാണ്. എത്രയോ 1000 വർഷങ്ങൾക്കപ്പുറത്ത് നമുക്ക് പറയാൻ പറ്റില്ല, നൂറ്റാണ്ടുകൾക്കപ്പുറത്ത്. അപ്പോൾ കാഞ്ഞിരപ്പുഴ എന്ന് പറയുന്ന അതിർത്തിക്കപ്പുറത്തുനിന്ന് വാവലിപ്പുഴ വരെ, അതിനപ്പുറത്തുള്ള മലയോരവും ഒരുപക്ഷെ അധികം പാരിസ്ഥിതികമായിട്ട് നാശം വരാത്തതും അതിനെ നിലനിർത്താൻ ശ്രമിക്കുന്നതായിട്ടൊരു ഭൂമി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഇന്നും കാണാൻ സാധിക്കും. പ്രത്യേകിച്ചിട്ട് കൊട്ടിയൂർ ക്ഷേത്രം അവിടെ ഉപയോഗിക്കുന്നത് മുഴുവൻ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത്യന്താധുനിക സൗകര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ പഴയ കാലഘട്ടത്തെ ഇന്നും കൊണ്ടു നടക്കുന്ന, പൂർവീയതയെ കൊണ്ടു നടക്കുന്നതായിട്ടുള്ള ഒരു ക്ഷേത്രഭൂമി. ശങ്കരാചാര്യസ്വാമികൾ വന്ന് അദ്ദേഹത്തിന് പുഴക്ക് അപ്പുറത്ത് പോകാൻ സാധിക്കാതെ, കാരണം കൊല്ലത്തിൽ 28 ദിവസമേ ഉത്സവമുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിന് അക്കരെ കൊട്ടിയൂർ പോകാൻ സാധിച്ചിട്ടില്ല എന്ന് പറയപ്പെടുന്നു. അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു യാഗഭൂമി, തപോഭൂമി, മനസ്സിന് ശാന്തി തരുന്ന ഒരു ഗ്രാമം. ധാരാളം ഗ്രാമങ്ങളുണ്ടാവാം, പക്ഷേ ഓരോ വർഷം തോറും ഈ ഭൂമിയിൽ കൂടിയിട്ട് ചെരുപ്പ് പോലും ധരിക്കാതെ വ്രതധാരികളായിട്ട്, കഠിന വ്രതധാരികളായിട്ട് ക്ഷേത്രത്തിലേക്ക് അഭിഷേകത്തിന് വേണ്ടി കൊണ്ടുപോകുന്നതായിട്ടുള്ള നെയ്യോ, ഇളനീര്, നിരവധി സാധനങ്ങൾ വേറെ എവിടെയും നമുക്കത് കാണാൻ സാധിക്കില്ല. ശബരിമലക്ക് പോകുന്ന തീർത്ഥാടകരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അവിടെ അയ്യപ്പ ദർശനത്തിന് വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാരാണ്. ഇത് നമ്മുടെ സർവ്വ പാപങ്ങളെയും ഭഗവാനോട് സമർപ്പിച്ചിട്ട് പാപങ്ങളുടെ മോക്ഷത്തിന് വേണ്ടിയിട്ട് ആ യാഗഭൂമിയിലേക്കുള്ള സഞ്ചാരം എന്നുള്ള നിലക്ക് ഉള്ള ആ പോകുന്ന ഇടത്തവളാണ് മണത്തണ. ഇവിടെ വന്ന് പോവാത്ത
അവിടുത്തെ അഭിഷേകത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന മുഴുവൻ വസ്തുക്കളും മണത്തണയിലെ കൂടി പോകുള്ളൂ. അതും ഈ ക്ഷേത്രത്തിൽ നമ്മൾ ഇരിക്കുന്നതായിട്ടുള്ള ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് വന്ന് ദേവിയെ ശരണം പ്രാപിച്ച് ഇതിന് ശേഷം മാത്രമേ കൊട്ടിയൂരേക്ക് പോകാറുള്ളൂ. അപ്പോൾ ഈ ക്ഷേത്രത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. കൊട്ടിയൂരിന് എത്ര കണ്ട് പ്രാധാന്യമുണ്ടോ അത്രയും പ്രാധാന്യം ഈ ക്ഷേത്രത്തിനുണ്ട്. അതിൻ്റെ അർത്ഥം ഈ ക്ഷേത്രം ഇങ്ങനെ വരാനുള്ള കാരണം ഈ ഭൂമിയുടെ പ്രത്യേകത കൊണ്ടാണ്. മണത്തണ ഭൂമി വടക്കോട്ട് ചെരിഞ്ഞ ഭൂമിയാണ്. അപൂർവം ഭൂമികളെ അങ്ങനെ വടക്കോട്ട് ചെരിഞ്ഞ ഭൂമിയുള്ളൂ എന്ന് പറയപ്പെടുന്നുണ്ട്. അതിനേക്കാൾ അപ്പുറത്ത് ധാരാളം ക്ഷേത്രങ്ങൾ ഒരു ഈ ടകാരവട്ടത്തിൽ നമുക്ക് കാണുന്നു എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത. ഗ്രാമീണ ഭംഗി മാത്രമല്ല, പഴയ സംസ്കാരം ഇന്നും ഒരു പരിധിവരെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്നതായിട്ടുള്ള ഒരു കൊച്ചു ഗ്രാമം. കുടുംബ ബന്ധങ്ങൾ ഇന്ന് അന്യമായി തീരുന്നുണ്ടെങ്കിലും ഇന്നും നിലനിർത്തി പോരുന്നതായിട്ട് അതിനു വേണ്ടിയിട്ട് താല്പര്യം കൊള്ളുന്നതായിട്ടുള്ള തലമുറ, അങ്ങനെ വളർന്നു വരുന്ന ഒരു ഗ്രാമം എന്നുള്ള നിലക്ക് നമുക്ക് ഈ മണത്തണ ഗ്രാമത്തെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം ശങ്കരാചാര്യസ്വാമികൾ അദ്ദേഹം ആകൃഷ്ടനായെങ്കിൽ അതേപോലെ തന്നെ രാജ്യസ്നേഹത്തിൻ്റെ പേരിൽ പഴശ്ശിരാജാവ് അദ്ദേഹത്തിൻ്റെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പടവെട്ടാൻ വേണ്ടിയിട്ട് ഒളിത്താവളമായിട്ട് സ്വീകരിച്ചിട്ടുള്ള സ്ഥലം എന്നുള്ള നിലയ്ക്ക് ഈ മണത്തണ ഗ്രാമത്തിന് പ്രത്യേകതയുണ്ട്. കാരണം ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 പഴശ്ശിരാജാവ് ശരിക്കും പറഞ്ഞ സ്വാതന്ത്ര്യത്തിന് മുമ്പാണ്, ആ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പാണ്. അപ്പോൾ സ്വാതന്ത്ര്യ സമരം തുടങ്ങുന്നത് ഇന്ത്യയിൽ ഒരുപക്ഷെ നമ്മുടെ ഇവിടെ കേന്ദ്രമാക്കിയിട്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതമില്ല. അതും സാധാരണക്കാരായിട്ടുള്ള ആദിവാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതുപോലത്തെ പുരളിമല പോലത്തെ മല തൊട്ടടുത്താണ്. അതുപോലെ തന്നെ മണത്തണ ഗ്രാമം, മാനന്തവാടി, വയനാടിൻ്റെ ചുരങ്ങൾ, ഇതൊക്കെ കിടക്കുന്നതായിട്ടുള്ള ഈ സ്ഥലം എത്ര കണ്ട് ഭക്തി നിർഭരാണോ അതേപോലെ ദേശഭക്തി നിർഭരം കൂടിയാണ് ഈ ഗ്രാമം. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കേന്ദ്രങ്ങൾ നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാരായിട്ട് അദ്ദേഹത്തിന് പടപെട്ടാനുള്ള പ്രേരണയും കൂടി കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ഗ്രാമവാസികളും ഗ്രാമങ്ങളും കൂടിയാണ്. അതിൻ്റെ ചരിത്രം ഒരുപക്ഷെ പുറത്ത് ഇനിയും വരേണ്ടിയിരിക്കുന്നു. ഈ ഗ്രാമത്തിൽ തന്നെ പല സ്ഥലത്തും ചെറിയ ചെറിയ ഗുഹകൾ അതുണ്ട് എന്നുള്ളതിന് തെളിവ് നമ്മൾ ഇരിക്കുന്ന തൊട്ടടുത്ത് ഭൂമിക്കടിയിൽ ചെറിയൊരു ഗുഹ, എന്തോ ചെറിയ യോഗം നടക്കാനുള്ളതായിട്ടുള്ള ഭൂമിക്കടിയിൽ അത് മൂടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു ഒളി സങ്കേതം മാതിരി ദേശഭക്തരുടേതായിട്ടുള്ള കൂട്ടം ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പടവെട്ടാൻ വേണ്ടിയിട്ട്. അതേപോലെ മറ്റൊരു പ്രാധാന്യം, അത് മിക്കവാറും നേരത്തെ പറഞ്ഞിട്ടാവണം, തച്ചോളി തന്നെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് മണത്തണ. നമ്മൾ ഇരിക്കുന്നതിന് തൊട്ട് മുമ്പിലാണ് പുലിയങ്കം നടന്ന സ്ഥലം എന്ന് പറയപ്പെടുന്നു. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ കൽത്തൂണുകൾ ഈ പാറപ്പുറത്തുണ്ടായിരുന്നു. ഈ മണത്തണ എന്ന് പറയുന്നത് മണത്തണ പാറ എന്നുള്ളതിലൊക്കെ അറിയണത്. പണ്ടൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ എവിടെ പോകണമെന്ന് വെച്ചാൽ പാർക്ക് പോകുമെന്ന് പറയും. ഈ ഗ്രാമം മുഴുവൻ പാറയാണ്. അതേപോലെ വേറൊരു അത്ഭുതം എന്താ വെച്ചാൽ പഴയ ഉണ്ടാക്കിയിട്ടുള്ള ക്ഷേത്രങ്ങളുടെ ഈ കല്ലുകളൊക്കെ എവിടുന്ന് കൊണ്ടുവന്നു? ആ കല്ലിൻ്റെ മുകളിലുള്ള കുത്തുപണികൾ, അതൊക്കെ അത്ഭുതം ജനിപ്പിക്കുന്നതായിട്ടുള്ള കുത്തുപണികളാണ്. അങ്ങേക്ക് ഈ കൽത്തൂണുകളെ കുറിച്ച് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ കൊട്ടിയൂരേക്ക് പോകുന്ന വഴിയൊക്കെ പണ്ട് വളരെ യാത്രാ സൗകര്യം കുറവുള്ളൊരു കാലത്ത് ആണല്ലോ ആൾക്കാർ ഇപ്പോൾ കാൽനടയായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ പോയൊരു യാത്രയെക്കുറിച്ച് ഓർമ്മയുണ്ടോ? അല്ല, കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഇവിടുന്ന് കൊട്ടിയൂർ വരെ നടന്ന് ഇവിടുത്തെ മുഴുവൻ ആൾക്കാർ, മണത്തണയെന്ന് മാത്രമല്ല ഈ കാഞ്ഞിരപ്പുഴ അവിടെ വരെ ബസ് ഉണ്ടായിരുന്നുള്ളൂ, പേരാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടുന്ന് ഭക്തജനങ്ങൾ ആയിരക്കണക്കിന്, 10,000 ഭക്തജനങ്ങൾ. ഈ 1800 കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷ് അന്നത്തെ ഭരണാധികാരി ചോദിച്ച ചോദ്യത്തിന് ഒരു തഹസിൽദാർ പറയുന്ന ഉത്തരവുണ്ടായിരുന്നു. 60,000-ഓളം പേര് ദർശനം നടത്തി.
അപ്പോൾ ഇവിടുത്തെ ഈ മാലിന്യ വിസർജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനെന്താ നിങ്ങൾ ചെയ്തത് എന്ന് ചോദിച്ച സമയത്ത് ഗ്രാമങ്ങളിൽ ഓരോ സ്ഥലത്തും അവർ ചെയ്തിട്ടുള്ള വ്യവസ്ഥയെക്കുറിച്ച് പറയണ്ടായിരുന്നു. ഇന്നിപ്പം മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ചിട്ട് നമ്മുടെ സർക്കാർ പറയുന്നുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ പോലും നമ്മുടെ ഈ ഗ്രാമങ്ങളെ ശ്രദ്ധിച്ചിരുന്നു. ജനങ്ങളുടെ സഹായത്തോട് കൂടിയിട്ട് ഗ്രാമീണവാസികളുടെ ഒരു ഗ്രാമീണ സംസ്കാരം, അത് സാധാരണ നമ്മൾ പറയാറില്ലേ കൾച്ചേർഡ്, സംസ്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു സാംസ്കാരിക ജനത അത് താമസിച്ചൊരു സ്ഥലമാണ്. ഇത് ഇപ്പോൾ ഇവിടെ നഗരേശ്വരം എന്ന് പറയുന്ന ഒരു ക്ഷേത്രം നഗരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടുത്തെ ഒരുപക്ഷെ ഖനനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ചരിത്ര കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ചരിത്ര ഗവേഷകന്മാർ ഈ കാര്യത്തെക്കുറിച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കേണ്ടതാണ് എന്നെനിക്ക് തോന്നി. ആ നിലക്ക് ഒരു കർമ്മഭൂമി, ധർമ്മഭൂമി, ക്ഷേത്ര നഗരി എന്നുള്ള നിലക്ക് ഒരു ക്ഷേത്ര നഗരിയായിട്ടുള്ള സ്ഥലം, തപസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള താപസഭൂമി, ഈ തരത്തിലുള്ള ഒരു ഭൂമിയായിട്ടാണ് ഇവിടെ വരുന്ന സമയത്ത് എന്തോ ഒരു ആശ്വാസം എന്നുള്ള നിലക്ക് തൊഴാൻ വരാൻ പോകുന്ന ആൾക്കാർ പണ്ടൊക്കെ കൊട്ടിയൂർ പോകാന്ന് പറയില്ല, വടക്ക് പോകാന്ന് പറയാം. ഈ കോഴിക്കോട് ഭാഗത്തുള്ള ആൾക്കാർ അങ്ങനെയുള്ളതായിട്ടുള്ളൊരു താപസ ശ്രേഷ്ഠന്മാരുടെ എന്ന് പറഞ്ഞാൽ സന്യാസിമാർ, ഋഷിമാരെന്നുള്ള അർത്ഥത്തിലല്ല, മനസ്സിന് ശാന്തി കിട്ടുന്ന ഇടം എന്നുള്ള നിലക്ക് മനസ്സിന് തണൽ കിട്ടുന്ന സ്ഥലം, മനഃശാന്തി കിട്ടുന്ന സ്ഥലം എന്നുള്ള നിലക്ക് മണത്തണയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനമുണ്ട്. വരും തലമുറയെ സംബന്ധിച്ചിടത്തോളം ഈ അഭിമാനമാണല്ലോ അവരെ പിന്തുടരേണ്ടത്. അത് ഒരു തരത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാവുന്നതിൻ്റെ വിശ്വാസം. അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ് എങ്കിൽ മണത്തണ എന്ന ഗ്രാമത്തെ കൂടുതൽ അറിയുമ്പോൾ ആ വിശ്വാസം ഊട്ടി ഉറപ്പിക്കപ്പെടുക തന്നെയാണ്. ഇത് അഭിമാനമാണ് ഭാരതത്തിന് മുഴുവൻ.